ഇത് തന്നെ പറയാം. ഇതിനകത്തിപ്പോൾ ഞാൻ പറയുന്ന ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പൈസ കിട്ടുന്നത് എൻ്റെ കയ്യിലായിരിക്കത്തില്ല. അതിൽ കൂടുതൽ പൈസ കിട്ടുന്ന വകുപ്പാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് റോഡ് പണി തുടങ്ങിയപ്പോൾ തൊട്ട് പിന്നെ ഈ ബാരിക്കേഷൻ വെച്ച കോൺട്രാക്ടർ, ഇതിൻ്റെ വരയിട്ട കോൺട്രാക്ടർ, ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ എന്നീ പറഞ്ഞവർക്കെല്ലാം പെറ്റിയടിക്കാമെങ്കിൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിനൊക്കെ കൂടുതൽ കാശ് കിട്ടും. പിന്നെ മാത്രമല്ല നാളെ ഈ പരിപാടി നിന്നും പോകും. പിന്നെ ഇതുവഴി പോകുന്ന എല്ലാവർക്കും അങ്ങ് അടിക്കാമെങ്കിൽ അതുവഴി ആ പോകുന്നവരല്ല അവിടെ നിർത്തുന്ന കംപ്ലീറ്റ് ആൾക്കാരോട് പിടിക്കാൻ ഇപ്പോഴും തന്നെ അതുവഴി ആൾ വരുന്നുണ്ട്. ആ വന്നവർ എവിടുന്നാ വന്നത് ചാടിക്കാണുക ബാരിക്കേഷൻ ചാടിക്കിടക്കണമെന്ന് എന്തോ പറയണ്ടേ സീബ്ര ക്രോസിലോട്ട് ഫുട്പാത്തിൽ നിന്ന്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ആൾക്കാരൊന്നും കാണണ്ട, അവിടെ കണ്ട ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആ ഫുട്പാത്തിൽ നിന്ന് ആ സീബ്ര ക്രോസിലോട്ട് ഇറങ്ങുന്നിടം പിന്നെ ഒത്തിരി ഉണ്ട് ഇങ്ങനത്തെ. ഇന്ന് രാവിലെ ഞാൻ കലൂർ ബസ് സ്റ്റാൻഡില്ലേ അവിടെ നിന്ന് അപ്പുറത്തോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിന് വണ്ടി നിർത്തിയപ്പോൾ അത് ഈ എന്താ പറയണ്ടേ ഈ സാധനത്തിന്റെ പേരെന്താ സീബ്ര ക്രോസ്. അപ്പോൾ സീബ്ര ക്രോസിന്റെ അവിടെയാ നിന്നത്. ഞാൻ മാത്രമല്ല സാധാരണഗതിയിൽ അവിടെയൊക്കെ എല്ലാവരും നിൽക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. പോലീസിലെ ട്രാഫിക്കിലുള്ള ആരോ വെള്ള ഷർട്ടും കാക്കി പാൻറ്റും ഇട്ട ഒരാൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ സീബ്ര ക്രോസ് നിർത്തിയേക്കുന്നതിൻ്റെയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ സീബ്ര ക്രോസ് അവിടെ ഉണ്ടെങ്കിലും സീബ്ര ക്രോസിലോട്ട് പെഡസ്ട്രിയൻസ് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഈ ഫുട്പാത്തിൻ്റെ അവിടെ അവർ ഗ്രില്ല് മറ്റേ ഇത് വെച്ചിട്ടുണ്ട്, എന്താ പറയണ്ടേ ഡിവൈഡർ ബാരിക്കേഷൻ ഈ സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൂടെ ഇറങ്ങരുതെന്നുള്ള സ്ഥലത്തോട്ട് വര മായ്ക്കാൻ മറന്നായിരിക്കത്തില്ലേ. വര വരച്ചും പോയി എന്നാൽ അവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ആരും ഇറങ്ങി വരാനാ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ഇത് രണ്ട് സൈഡും അപ്പുറത്തെ സൈഡിൽ അങ്ങോട്ട് ക്രോസ് ചെയ്യാനേ പറ്റത്തില്ല. അവിടെ ഭയങ്കര ഇതിനാണ് അപ്പുറത്തോട്ട് കുറച്ച് മാറ്റിയിട്ട് ഈ ഫുട്പാത്തിൽ നിന്ന് ഇറങ്ങാനുള്ള സംഭവം ഉണ്ട്. ഞാൻ ഇതിനകത്തൂടെ ഏതായാലും ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇവിടെ നിർത്തുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിർത്തിയല്ലോ എന്ന്. അപ്പോൾ അയാൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളായിരിക്കും. എന്നാൽ അങ്ങനെയല്ലത്. നമ്മൾ ഈ ഫുട്പാത്ത് എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാതെ ഇതുപോലെ വഴികൾ കാണണം, മനസ്സിലായത്? ഇതിനിടയിൽ കൂടെ ഗ്യാപ്പ് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് വേണേൽ പുറത്തിറങ്ങാം ഫുട്പാത്തിൻ്റെ. അല്ല ഇവിടെ ഇപ്പോൾ കടകളുടെ ഭാഗത്ത് മാത്രമേ ഇത് തുറന്നു കൊടുത്തിട്ടുള്ളൂ. കടയിലോട്ട് കയറാനുള്ള സാധനം സെറ്റാണ്. പക്ഷേ ഫുട്പാത്തിൽ നിന്ന് ഇറങ്ങുന്ന പലയിടത്തും ഈ സംഭവം ഇല്ല. അയാളെന്നെ പിടിച്ചോണ്ടാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളീനെ പെറ്റി അടിക്കില്ല തരത്തിൽ അടിച്ചാൽ നമുക്ക് അടയ്ക്കുന്നതൊക്കെ ഓക്കെ. പക്ഷെ ഇവിടെ പൊതുവെ ഒരു സ്ഥലത്തും ഇത് കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത്. അത് ഞാൻ അപ്പോഴാ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം ഞാൻ ഈ ഫുട്പാത്തിൽ കൂടെ നടപ്പതിയില്ല. ഈ നടക്കുന്നവർക്ക് ഫുട്പാത്തിൽ നിന്ന് സീബ്ര ക്രോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും ഇതില്ലെന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റത്തിന് ചേർന്ന പരിപാടിയല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കാണിച്ചേക്കാം, അയാൾ അറിയണമല്ലോ. ഇപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ കൂടെ നട്ട് വളർത്തിയിട്ട് ഇവിടുത്തെ ടൈല് മൊത്തം ഇളകി പോകുന്നു. ടൈല് കൊണ്ട് നിടുന്നു, അതിനകത്ത് നടുക്ക് കൊണ്ട് മരം നടന്നു. വേണേ ഞാൻ ഇപ്പം കണ്ട് ഇവിടെ എല്ലാം ഇളകി കിടക്കുക. കണ്ടോ അവിടെയൊക്കെ ടൈൽ ഇളകി കിടക്കും, കൃത്യമായിട്ട് കാണത്തിലിടും. ഭയങ്കര കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ അത് കണ്ടതുകൊണ്ട് അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് ഈ ചെറിയ ഗ്യാപ്പിൽ നടന്നാൽ ഒത്തിരി കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞോട്ടെ, ആ ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിക്കോട്ടെ, അവിടെ കാണിക്കാം. അവിടെ നിന്ന് തുടങ്ങുക. കണ്ട് ഇതല്ല ഇത് കറക്റ്റാണ്. ഇത് കുഴപ്പമൊന്നുമില്ല. അപ്പുറത്ത് അത് പള്ളി ഉള്ളതുകൊണ്ട് കറക്റ്റാണ്. പള്ളിയിലോട്ട് വാതിക്കലോട്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും അത്ര കറക്റ്റല്ല. ഞാൻ 2 ഉണ്ടോ 2 3 ഞാൻ കണ്ടു. അത് ഭയങ്കര രസമാണ്. ചിലതൊക്കെ കോമഡിയാണ്, ചിരിച്ചാവും. അപ്പം അവിടെ പുള്ളിക്കാരന് അറിയാവുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ പെറ്റിയടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ കാണിച്ചു അപ്പുറത്തോട്ടും ഇറങ്ങാൻ വരുന്നില്ല. ഇത് അപ്പുറത്തോട്ട് കറങ്ങി ഇപ്പുറത്ത് വരുന്നതിന് മുമ്പ് അവിടെ വെച്ച് വണ്ടി ഇടിച്ചു. അപ്പോൾ അയാൾക്ക് എന്താ കിട്ടുന്നത്? അതുകൊണ്ട് അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതും കറക്റ്റാ, ഇത് ഓക്കെയാ. മാഞ്ഞു പോയി സീബ്ര ക്രോസ് മാഞ്ഞു പോയെങ്കിലും അത് കണ്ടാൽ മനസ്സിലാവും അവർ ഓക്കെ, അതൊന്നും പ്രശ്നമല്ല. ഇവിടെ ഒരു ചെറുതുണ്ടെന്ന് തോന്നുന്നു. അത് മാവന്മാർ കൊണ്ടുവന്ന് ഈ ബാരിക്കേഷൻ വെച്ച് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പുറത്താ, അതുകൊണ്ട് ഈ പമ്പിൻ്റെ അവിടെ വെച്ചാൽ അതാണോ? അല്ല ഇവിടെ അല്ല കേട്ടോ. അയ്യോ അപ്പുറത്തോട് ഒരുത്തം വന്ന് പേടിച്ച് മരിച്ചേനെ. ധൃതിയാ, അങ്ങോട്ട് പോവാ, ധൃതി വെച്ച് പോവാ കേട്ടോ. എല്ലാവരും ഭയങ്കര ധൃതിയിലാണ്. വീട്ടിൽ പോകാനുള്ള ധൃതിയാന്ന് തോന്നുന്നു. ഇങ്ങനെ വീട്ടിൽ പോകും. നാട്ടിൽ വേറൊരിടത്ത് ഇങ്ങനെ വീട്ടിൽ പോകുന്നവരില്ല. ഈ നാട്ടിലേ ഉള്ളൂ ഇങ്ങനെ വീട്ടിൽ പോകുന്നവർ. ഇവിടെ വേറെ എങ്ങും മറച്ചിട്ടില്ലേ, ബാക്കിയെല്ലാം തുറന്നിട്ടേക്കോ. ഫുട്പാത്തിൽ നിന്ന് എന്താ പറയാ ഈ പറഞ്ഞ സീബ്ര ക്രോസിലോട്ടുള്ളത് മാത്രം ബാരിക്കേഷൻ വെച്ചേക്കുന്നത്. അവിടെ കൂടെ ഇറങ്ങണ്ടെന്ന്. ഇനി അത് ബ്ലോക്ക്. ഇത് കറക്റ്റാ, ഇത് ഓക്കെ. അവിടെ വരെ അപ്പുറത്തുണ്ട്. ഇത് കണ്ടോണേ, ഇവിടെ ഉണ്ട്, ഇവിടെ ഓക്കെ. പക്ഷെ അടുത്ത് കണ്ടോണം. എന്നിട്ട് ഇയാളാ എനിക്ക് പെറ്റിയടിച്ചു. ആ നിൽക്കുന്ന വെള്ള ഷർട്ടുകാരൻ പെറ്റിയടിച്ചിട്ടില്ല, ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ എടുക്കൽ വല്ല ചടങ്ങാണോ അറിയത്തില്ല. ഇപ്പോൾ ചുമ്മാ ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. എന്തിനാന്ന് പോലും അറിയത്തില്ല. മീഡിയക്ക് കൊടുക്കാനായിരിക്കും ചിലപ്പോൾ. അതിന്റെ എന്തോ പൈസ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ല ഞാൻ പറയുവാ, നമ്മളിപ്പോൾ പലതും. ഇത് കണ്ടോണേ, ഇവിടെ ഇത് കണ്ടോ. ഇത് വന്നിട്ട് അങ്ങോട്ട് പോകും. സീബ്ര ക്രോസ് അല്ല, പിന്നെന്തോ ഇത് അല്ലേ?
അത് സീബ്ര ക്രോസ് അല്ലേ? അല്ല അത് ശരിയാ, അത് മറ്റേ നീളത്തിൽ ഇങ്ങോട്ടാ വരെ അല്ലേ? അത് പെട്ടെന്ന് ഇപ്പഴാ കണ്ടത്. ഇത് കണ്ടോ, ഇപ്പുറത്ത് കണ്ടോണേ. ഞാനോർത്ത് വെള്ളം വരെ കണ്ടോ, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പോസ്റ്റ് മറിയാൻ നിൽക്കുന്നത്. പോസ്റ്റ് എപ്പോ മറിഞ്ഞു? റോഡിൽ വീണു. എപ്പോ മറിഞ്ഞു ചോദിച്ചാൽ മറിയും. സെപ്റ്റിക് അത് മൊത്തം. ഏത് കാലത്തുള്ള ജാമ്പാവിന്റെ കാലത്തുള്ള പോസ്റ്റാണ് പറയാൻ എന്തൊക്കെ പറയണ്ട്. അതുകൊണ്ട് ഇവിടെയാണോ അവിടെ ബസ്സുകാരൻ വന്ന് കുളമാക്കിയല്ലോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. സിഗ്നലാ. ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങിക്കോ. ഇതിപ്പോൾ നമ്മൾ ഫുട്പാത്തിൽ കൂടെ നടന്നു പോവുകയാണ്. ഇവിടെ ഈ കടയിലോട്ട് കയറാൻ ഇതുണ്ട്, ഇങ്ങനെ ഇറങ്ങാം. പക്ഷേ നമ്മൾ ആ ഒരു സീബ്ര ക്രോസ് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചാടണം. ഇനി ഇവിടെ നിന്ന് ചാടിയിട്ടും കാര്യമില്ല, അപ്പുറം ഞാൻ കാണിച്ചു തരാം. അല്ല, ഇവിടെ നിന്ന് ഇറങ്ങി അതിന് അപ്പുറത്തോട്ട് പോകണം. ഇന്ന് ഇവൻ എനിക്ക് ഇവിടെ നിന്ന് ആരാണ്ട പെറ്റിയടിച്ചത്. ഇന്നും സീബ്ര ക്രോസ് വെയിറ്റ് ചെയ്ത് ആൾക്കാരെ നിൽക്കുകയാണ്. ഈ സീബ്ര ക്രോസ് കയറി ചെന്നാൽ അതുവഴി ചാടം. ഇതിനെ എവിടെ എന്നാണ് ഇനി ഇതുവഴി കയറിയാൽ അവിടെ കൂടെ ചെന്ന് കയറാൻ ഇറങ്ങിയുണ്ട്. ഇവിടെ ഇല്ല. അവിടെ നിന്ന് കയറിയവർ പോകുന്നുണ്ട്. എങ്ങനെയാണ് കയറാൻ പോകുന്നത്? അതുവഴി പോയാൽ അതുവഴി പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറണം, അല്ല ഇതുവഴി കയറണം. ഇവിടെ നിന്നാണേലും അങ്ങനെ തന്നെയാണ്, ഒരു കാര്യമില്ല. സീബ്ര ക്രോസ് ആണ് അത്രേ, സീബ്ര ക്രോസ്. ലോകത്തെവിടെയും ഇങ്ങനത്തെ സീബ്ര ക്രോസും ഇത്രയും എന്താ പറയണ്ടേ ഫുട്പാത്തിൽ നിന്നുള്ള ബാരിക്കേഷനും ഉണ്ടാവുമോ? ഇത് വരച്ചത് ഒരാൾ, അത് പണിത് വേറെ ആൾ. ഇതിനകത്ത് എന്നെയാണോ പെറ്റി അടിക്കേണ്ടത്, അതോ ഇത് പണിതവനെയാണോ, അത് റോഡിൽ സീബ്ര ക്രോസ് വരച്ചവനെയാണോ പെറ്റി അടിക്കേണ്ടത്? മാത്രമല്ല കേട്ടോ, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിക്കാം. വേണമെങ്കിൽ കൊച്ചു മുഴുവൻ കാണും. ഇത് ഈ ഊളത്തരം കാണിച്ച് വെച്ചേക്കുന്നവന് പെറ്റി അടിക്കണോ, അതോ അതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് അറിയാതെ വണ്ടി നിർത്തി പോകുന്ന ആൾക്കാർക്ക് പെറ്റി അടിക്കണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അതെങ്ങനെയുണ്ട്? പരിപാടി ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? അല്ല, ഇതിനകത്ത് പെറ്റി അടിക്കേണ്ടത് ശരിക്കും ആർക്കാ? ആദ്യം റോഡ് പണിതവനായിട്ട് പെറ്റി അടിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇത് വരച്ചവനിട്ട് പെറ്റി അടിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് വരച്ചത് മനസ്സിലാകാതെ കൊണ്ട് ബാരിക്കേഷൻ വെച്ച് ഈ പെഡസ്ട്രിയൻസിന് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ക്രോസ് ചെയ്യണമെങ്കിൽ കണ്ടില്ല. ഇപ്പം തന്നെ കണ്ടില്ല അവർ പോയത് എതുവഴിയാന്ന് കണ്ടോ മനുഷ്യർ നടന്നു പോയത്. എല്ലാ ദിവസവും ഇതുപോലെ 100 പേര് പൊക്കോണ്ടിരിക്കുക. അതിനിടയിൽ ഒരു സുപ്രഭാതം ഞാൻ ഇന്നേ വരെ ഇയാളെ ഇവിടെ കണ്ടിട്ടില്ല. ഈ പോലീസുകാരനെ ആദ്യമായിട്ട് കാണും. ഇപ്പോഴും വണ്ടികൾ അവിടെ നിർത്തിയേക്കുന്നതാണ്. അതെല്ലാം ലൈനിലൊക്കെ നിർത്താൻ പറ്റത്തുള്ളൂ. എല്ലാ ആൾക്കാർ അങ്ങനെ ഇവിടെ എല്ലായിടത്തും അത് തന്നെ. അവിടെ പെട്ടെന്ന് ഒരു ദിവസം ഒരു പ്രത്യേക രീതിയിൽ ഇടപെടുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി, ഇതെന്താ ഇവിടെ നടന്നേക്കുന്നത്. ഞാൻ അവിടെ തന്നെ അറിയാതെ നിർത്തി പോകാറുണ്ട്. ഇവിടെ ഇപ്പോൾ ആരാ ഇതൊക്കെ കാണുന്നത്? ഓ, ഇവിടെ വേണ്ട പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യുന്നത് സീബ്ര ക്രോസ് വഴി മാത്രമല്ലേ. സിഗ്നൽ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്നിരിക്കും, അല്ലേ പിന്നെ അവിടെ അതുപോലത്തെ രീതി സെറ്റ് ചെയ്യണം. അതൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും അറിയാതെ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ മനഃപൂർവ്വം നിർത്തുന്നൊന്നുമല്ല, നമ്മൾ അറിഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, പെറ്റി ഈ പറഞ്ഞ കേസിൽ ഇപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഓക്കെ, അതുവഴി ഒരാൾക്കാർ വരുന്നുണ്ടായിരുന്നു, അവിടെ കൂടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. അവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ഒരു അന്തസ് ഉണ്ടാവും. പക്ഷെ ഇതിനൊരു അന്തസ്സില്ല, മനസ്സിലായോ? നമ്മൾ ചെയ്തത് ശരിയാണെന്നും പറയുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പെറ്റി അടിക്കത്തില്ലെന്നല്ല, അയാൾ ചെയ്തത് തെറ്റാണോന്നും അല്ല. ഇതിന്റെ മൊത്തത്തിലുള്ളൊരു പിക്ചർ മനസ്സിലാവുന്നുണ്ട് എന്തുവാന്ന്. ഇവിടെ ഈ സാധനം നമ്മൾ ശ്രദ്ധിക്കാതെ എല്ലാവരും നിർത്തുന്നുണ്ട്. ഞാനും നിർത്തുന്ന മിക്കവാറും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഈ സാധനം കാണുന്നൊന്നുമില്ല പലയിടത്തും. ആരാ കണ്ടത്? പിന്നെ ചിലടത്തൊക്കെ ശരിയാ, ചിലടത്ത് ഈ സീബ്ര ക്രോസ് നിൽക്കുന്നവരെ കണ്ടാൽ ഞാൻ നിർത്തി കൊടുക്കാറുണ്ട്. കൂടുതലും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ സീബ്ര ക്രോസ് കിടക്കുന്നിടത്തോ അല്ല, വേണ്ട. എന്തിനാദ്യം പറയുന്നത്? വണ്ടിയാണെങ്കിൽ പോലും ഒരു ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഞാൻ ഇടിച്ചു കുത്തി കയറി ചെന്ന് ചടങ്ങുണ്ടാക്കാറില്ല. തിരിച്ചു പോയാലോ, ഇതൊന്നും പോകാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത്. അതിനിടയിലാണ് ഇതുപോലൊരു അബദ്ധം പറ്റിയേക്കുന്നത്. അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്, അല്ലേ ശ്രദ്ധിക്കത്തില്ല. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ടുണ്ട്. കേരളം ഇങ്ങനെ പുരോഗമിച്ചു. ആകപ്പാടെ എല്ലാവർക്കും ഒരു പുരോഗമന ചിന്താഗതിയുണ്ട്. ചിലപ്പോൾ പോലീസുകാരൻ ഇതൊന്ന് പുരോഗമിച്ചതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതെന്തോ ഒരു എന്താ പറയണ്ടേ, ഇതിനകത്തൊരു വിരോധാഭാസം ഉണ്ട്. അതാണ് മനസ്സിലാവാത്ത അവർക്ക്. എല്ലാ സീബ്ര ക്രോസിൽ തന്നെ ഇവിടെ അതിനേക്കാൾ വലിയ അവരുടെ മുതിറാണ് നിൽക്കുന്നത്. മുതിർന്നും പോട്ടെ, അവർക്ക് സീനിയർ ഓഫീസർ അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ടവന്നെ സീനിയർ അയാളെന്ന് കണ്ടാൽ അറിയാം. അത് അങ്ങനെ തോന്നുമ്പോൾ മാത്രം ഒരാളെ കയറി പറ്റി അടിച്ചാൽ ഈ ശരിയാകത്തില്ല. ഇപ്പൊ എനിക്കത് കിട്ടത്തില്ല അല്ലേ? എപ്പോഴും ഇതാണ് ആരുടെ ഇതിവിടെ കാണുന്ന ഈ സാധനം. പ്രത്യേകിച്ച് അതുവഴി ആരും ഇറങ്ങിയാൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇടയിൽ കൂടെ ഒക്കെ തന്നെ പോകുന്നത്. ഇപ്പൊ ഞാൻ നടക്കുന്ന കണ്ടാലും എനിക്ക് ഇതുപോലത്തെ പരാതി കൊടുക്കാനോ പെറ്റി അടിപ്പിക്കാനാണെങ്കിൽ ഒരു ദിവസം ഒരു 50 എണ്ണം ഞാൻ അടിപ്പിച്ചു തരാം. കാശിന് ആവശ്യമാണെങ്കിൽ അത് പറ, എല്ലാ ദിവസവും അയച്ചു തരാം. 10 അല്ല 50 എണ്ണം 100 എണ്ണം ഞാൻ അയച്ചു തരാമല്ലോ. വയലേഷൻസ് നമ്മൾ കാണുന്നത് ഇതിലും ടെറിബിൾ സാധനം കാണിച്ചു തരാം. ആ ബസ്സിന്റെ പുറകെ പോയാൽ മതി. കാണിക്കുന്ന കണ്ടോ അവർക്ക് ഇവരെ വേണ്ട എല്ലാം ബാക്കിയെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ്. ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല റോഡിൽ, ഇതുപോലത്തെ ആൾക്കാരുടെ മണ്ടത്തരങ്ങൾ കാരണം. സീബ്ര ക്രോസ് വണ്ടി നിന്നെന്ന്